ആലപ്പുഴയിൽ യുവതിയെ കൊന്ന് കുഴിച്ചുമൂടി കോൺക്രീറ്റ് ചെയ്തു. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി വിജയലക്ഷ്മിയാണ് കൊല ചെയ്യപ്പെട്ടത്. പ്രതി ജയചന്ദ്രൻ കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായി. പോലീസ് ജയചന്ദ്രനുമായി കരുനാഗപ്പള്ളി പോലീസ് അമ്പലപ്പുഴയിൽ എത്തി. നിഷ ചേരുന്നു വിവരങ്ങളുമായി. നിഷ, എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് പറയുന്നു? നിഷ, കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് പറയുന്നു? ഹലോ, തീർച്ചയായും ആലപ്പുഴയെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഇത്തരത്തിലൊരു സ്ത്രീയെ കൊന്നു കുഴിച്ചുമൂടി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കരുനാഗപ്പള്ളി സ്വദേശിയായ 48 വയസ്സുള്ള വിജയലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത്. ഇവരെ അമ്പലപ്പുഴയിലെ ഒരു വീട്ടുവളപ്പിൽ ആണ് ഇവരുടെ ഒരു ആൺ സുഹൃത്ത് കൊന്നു കുഴിച്ചുമൂടി എന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇതെല്ലാം പ്രാഥമികമായ വിവരങ്ങളാണ്. ഒന്നും പോലീസ് സ്ഥിരീകരിച്ച് വ്യക്തതയോടെ പറയുന്നില്ല. ഇപ്പോൾ ഈ അമ്പലപ്പുഴ കരൂർ എന്ന് പറയുന്ന ഒരു തീരദേശ ഗ്രാമമാണ്. ആ കരൂരിൽ ഒരു വീടിന്റെ പറമ്പിൽ, അതായത് ഇവരുടെ ആൺ സുഹൃത്തായ ജയചന്ദ്രന്റെ വീടിനോട് തൊട്ട് ചേർന്നുള്ള ഒരു പറമ്പിൽ മൃതദേഹത്തിനായി കുഴിയെടുത്ത് പരിശോധിക്കാനായുള്ള നടപടികളൊക്കെ പുരോഗമിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇവിടെ ടാർപോള കൊണ്ട് മറച്ച് തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയിട്ടുണ്ട്. ഇനി അതിനുശേഷം ഇവിടെ ഈ കുഴി ഈ പറഞ്ഞ സ്പോട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം, അതായത് ഈ വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടി എന്ന പ്രതി എന്ന് സംശയിക്കുന്ന ജയചന്ദ്രൻ പറഞ്ഞ സ്ഥലം സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇവിടെ കുഴിയെടുത്ത് പരിശോധിക്കാനുള്ള ശ്രമങ്ങളാണ് പോലീസ് നടത്തുന്നത്. അതിനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുഴുവൻ ഈ കൊലപാതക വാർത്ത അറിഞ്ഞ് നിരവധി ആളുകളാണ് ഇതിന് ചുറ്റും തടിച്ചുകൂടി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളെയും ഇപ്പം മാധ്യമപ്രവർത്തകരെയും അടക്കം പോലീസ് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ പോലീസ് സംഘം ഇവിടെ എത്തിയത്. അതിനുശേഷം കഴിഞ്ഞ ഞായറാഴ്ച തന്നെ ഈ ജയചന്ദ്രനെ ഒരു സംശയത്തിന്റെ പേരിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഈ സംഭവങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് നവംബർ 6-ന് വിജയലക്ഷ്മിയെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ വീട്ടുകാർ ഒരു പരാതി കരുനാഗപ്പള്ളി പോലീസിൽ നൽകി. തുടർന്ന് കഴിഞ്ഞ ഞായറാഴ്ച ജയചന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഒരു ഫോണിൽ നിന്നും ലഭിച്ച നിർണായക വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജയചന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അതായത് പോലീസ് പറയുന്നതനുസരിച്ച് ഒരു ഫോൺ എറണാകുളം ഡിപ്പോയിലേക്ക് അവിടുത്തെ കണ്ടക്ടർ KSRTC എറണാകുളത്ത് നിന്നും ആലപ്പുഴയിൽ നിന്നും കണ്ണൂരിലേക്ക് പോയ ഒരു ബസ്സിൽ നിന്നും കണ്ടക്ടർക്ക് ഒരു ഫോൺ അവിടെ ആ ബസ്സിനുള്ളിൽ നിന്ന് ലഭിക്കുന്നു. ഈ ഫോൺ കണ്ടക്ടർ ഡിപ്പോയിൽ ഏൽപ്പിക്കുന്നു. അത് അവർ പോലീസിനെ ഏൽപ്പിക്കുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഈ ഫോൺ വിജയലക്ഷ്മി എന്ന് പറയുന്ന കരുനാഗപ്പള്ളി സ്വദേശിനിയുടേതാണ് എന്ന് കണ്ടെത്തുകയാണ്. അതിനുശേഷമാണ് അത് ആ ഫോണിലെ നമ്പറുകൾ പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ജയചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളെ അതിൽ നിന്ന് വിളിച്ചതായി പോലീസ് കണ്ടെത്തിയത്. തുടർന്ന് അതിനു മുൻപ് തന്നെ 6-ാം തീയതി വിജയലക്ഷ്മിയുടെ സഹോദരി കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ പരാതിയും നൽകിയിരുന്നു. മാൻ മിസ്സിംഗിനായിരുന്നു പോലീസ് കേസ് എടുത്തിരുന്നത്. തുടർന്ന് ജയചന്ദ്രനിലേക്ക് പോലീസിന്റെ അന്വേഷണം എത്തി. ഇയാളെ വിളിച്ച് ചോദ്യം ചെയ്തു. ആദ്യം പറഞ്ഞയച്ചു. പിന്നീടും ജയചന്ദ്രനെ പോലീസ് നിരീക്ഷിക്കുകയായിരുന്നു. 4 ദിവസം മുമ്പാണ് ജയചന്ദ്രന്റെ വീട്ടുവളപ്പിൽ പോലീസ് വന്ന് പോയിരുന്നതായും ഇവിടുത്തെ അയൽവാസികൾ പറയുന്നുണ്ട്. എന്തായാലും ഞായറാഴ്ച ജയചന്ദ്രനെ കരുനാഗപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. ഇയാള് മത്സ്യത്തൊഴിലാളിയാണ്, ബോട്ടിൽ ജോലിക്ക് പോകുന്ന ആളാണ്. ഇയാള് ജോലിക്ക് പോയ സമയത്ത് ബോട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തതെന്നാണ് ഇയാളുടെ ഭാര്യ പറയുന്നത്. എന്തായാലും പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം അനുസരിച്ച് 7-ാം തീയതി ആയിരിക്കണം ഈ കൊലപാതകം നടന്നിട്ടുള്ളത്. ഈ സമയത്ത് ജയചന്ദ്രന്റെ ഭാര്യയും മകനും വീട്ടിലില്ലായിരുന്നു. ആ സമയത്ത്, അതായത് 6-ാം തീയതി നവംബർ 6-ന് വിജയലക്ഷ്മിയെ കാണാതായി എന്ന് പരാതി ലഭിച്ച ആ ദിവസം തന്നെ ഇവർ ഓച്ചിറയിൽ വെച്ച് ഈ ജയചന്ദ്രനും വിജയലക്ഷ്മിയും തമ്മിൽ കണ്ടിരുന്നതായി പറയുന്നുണ്ട്. അതിനുശേഷം അവർ അവിടെ 2 വീലർ വെച്ച് അമ്പലപ്പുഴയിലേക്ക് തിരിച്ചു. അതിനുശേഷം ഈ അമ്പലപ്പുഴയിൽ ഇവരുടെ വീട്ടിലെത്തിയതായും പോലീസ് പറയുന്നുണ്ട്. അതിനുശേഷമാണ് പിന്നീട് ഇവരെ കാണാതാവുന്നത്. ഈ ജയചന്ദ്രന്റെ വീടിന് തൊട്ടടുത്ത് തന്നെ നിർമ്മാണം നടക്കുന്ന മറ്റൊരു വീടുണ്ട്. അവിടെ ആ വീടിന്റെ ഒരു മുറിയിൽ സാരിയും ചെരുപ്പും അടക്കം കത്തിച്ചതിന്റെ ഒരു തെളിവുകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. തുടർന്ന് ഈ അയൽവാസി വാങ്ങി വീട് നിർമ്മിക്കാനായി തറക്കല്ലിട്ട ഒരു പറമ്പുണ്ട് ജയചന്ദ്രന്റെ വീടിനോട് തൊട്ട് ചേർന്നിട്ട്. അവിടെ മണ്ണ് കിളച്ചതിന്റെ പാടുകൾ ഉണ്ട്. എന്തായാലും അവിടെ തന്നെയാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. വിജയലക്ഷ്മിയുടെ ബന്ധുക്കളുടെ പരാതിയിൽ നടത്തിയ അന്വേഷണമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് ഇപ്പോൾ പോലീസിനെ എത്തിച്ചിരിക്കുന്നത്. പോലീസ് ഈ മൃതദേഹം പുറത്തെടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇതുവരെ വ്യക്തമായ ഒരു സ്ഥിരീകരണമോ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നോ ഉള്ള ഒരു വ്യക്തത പോലീസിന്റെ ഭാഗത്തൊന്നും വന്നിട്ടില്ല. എല്ലാം ഇത്തരത്തിൽ വിജയലക്ഷ്മിയെ കാണാതായി, അതിനുശേഷം പരാതി ലഭിക്കുന്നു, ഫോൺ ലഭിക്കുന്നു. ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ജയചന്ദ്രനെ കസ്റ്റഡിയിലെടുക്കുന്നു. ജയചന്ദ്രൻ എന്തായാലും വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തിയതായി സമ്മതിച്ചിട്ടുണ്ട്
എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോഴുള്ള ഈ മൃതദേഹത്തിനായി കുഴിയെടുത്തുള്ള പരിശോധനകൾ നടക്കുന്നത്. അനു, ഇപ്പോൾ ഈ തത്സമയ ദൃശ്യങ്ങളാണല്ലോ നിഷ കാണുന്നത്. അപ്പോൾ ഈ പ്രതിയെ അടക്കം ഇവിടെ കൊണ്ടുവന്നുള്ള പരിശോധന തന്നെയാണോ നടക്കുന്നത്? ഇനി ഇപ്പോൾ കണ്ടെത്താൻ ഈ കുറ്റം സംബന്ധിച്ച സാഹചര്യത്തിൽ ഇപ്പോൾ തെളിവുകൾ പരമാവധി ശേഖരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ കുഴിച്ചു നോക്കുന്നതിനൊപ്പം തന്നെ മറ്റിടങ്ങളിലേക്കൊക്കെയാണ് പോവുക. അനു, ആദ്യം തന്നെ ഈ ഒരു 10 മണിയോടുകൂടിയാണ് ജയചന്ദ്രനെ കരുനാഗപ്പള്ളി പോലീസ് ഈ അമ്പലപ്പുഴയിലെ വീട്ടിലെത്തിച്ചത്. അതിനുശേഷം ഈ വീടിനകത്തേക്ക് കൊണ്ടുപോയി കുറെ സമയം തെളിവെടുപ്പുണ്ടായിരുന്നു. അതിനുശേഷം ഇവരുടെ തൊട്ടടുത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നിർമ്മാണം നടക്കുന്ന ഒരു വീടുണ്ട്. ആ വീട്ടിലേക്കും കൊണ്ടുപോയി പരിശോധന നടത്തി. എന്തായാലും ഇതുവരെ ജയചന്ദ്രനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല. പുറത്തേക്ക് കൊണ്ടുവന്ന് ജയചന്ദ്രന്റെ സാന്നിധ്യത്തിൽ തന്നെയായിരിക്കും ഈ മൃതദേഹത്തിന് വേണ്ടി കുഴിച്ചുള്ള പരിശോധന നടക്കുക. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് അമ്പലപ്പുഴ തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയിട്ടുണ്ട്. അമ്പലപ്പുഴ പോലീസും ഒപ്പം തന്നെ കരുനാഗപ്പള്ളി പോലീസും സ്ഥലത്തുണ്ട്. അവരുടെ ഒരു സാന്നിധ്യത്തിൽ തന്നെയായിരിക്കും മൃതദേഹത്തിനായി കുഴിയെടുത്തുള്ള പരിശോധനകൾ നടക്കുക. ആളുകളെ എല്ലാവരെയും അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. തെളിവുകൾ 4 ദിവസം മുമ്പ് തന്നെ പോലീസ് ഇവിടെ എത്തിയിരുന്നു എന്ന് ഇവിടുത്തെ അയൽവാസികൾ പറയുന്നുണ്ട്. പക്ഷെ ആരോടും പോലീസ് ഒന്നും ചോദിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ജയചന്ദ്രൻ തൊഴിലാളിയാണ്. ഇയാള് ബോട്ടിൽ ജോലിക്ക് പോകുന്ന ആളായതുകൊണ്ട് തന്നെ രാവിലെ ഇവിടെ നിന്നും പോകുന്നയാളാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരമൊന്നും ലഭിച്ചിട്ടില്ല. പോലീസ് ഇവിടെ വന്നപ്പോഴും ഇന്നിപ്പോൾ ഈ ആളുകളൊക്കെ ഈ പോലീസ് എത്തി ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ് ഇവിടെ ആളുകൾ തടിച്ചുകൂടിയത്. തീരപ്രദേശമാണ്, തൊട്ടടുത്ത് വീടുകളുണ്ട്. ആ തൊട്ടടുത്ത് വീടുകളുള്ള ഒരു സാഹചര്യത്തിൽ ഇയാൾ എങ്ങനെ ഈ മൃതദേഹം ഇവിടെ മറവ് ചെയ്തു എന്ന ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും മൃതദേഹം ഇവിടെ നിന്ന് കുഴിച്ചെടുത്തതിന് ശേഷം ആയിരിക്കും പോലീസ് എങ്ങനെയാണ് ഇയാൾ ഇത് ഇവിടെ മറവ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളടക്കം പറയുകയുള്ളൂ. എന്തായാലും മൃതദേഹം കുഴിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെയാണ് നടക്കുന്നത്. അതാണ് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നതും. ശരി നിഷ, തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. പ്രതി ജയചന്ദ്രൻ അവിടെയുണ്ട്, പക്ഷേ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല. ജയചന്ദ്രൻ്റെ സ്ഥാനത്തിൽ തന്നെയായിരിക്കും ഈ കുഴി തുറന്ന് പരിശോധിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആലപ്പുഴയിലാണ് യുവതിയെ കൊന്ന് കുഴിച്ചു മൂടി കോൺക്രീറ്റ് ചെയ്തു എന്ന വിവരം വരുന്നത്.